ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതേ ഞായറാഴ്ചയായിട്ട് നട്ടുച്ച വെയിലത്ത് ഞാനും അഫ്ലും കൂടെ വഴുത്തലേക്ക് പോവാം കേട്ടോ. വേറെ ഒന്നിനുമല്ല, അയൽക്കൂട്ടത്തിന് വേണ്ടി പോകണമെന്നാണ് കേട്ടോ. എല്ലാ ആഴ്ചയൊന്നും പോകുമ്പോൾ അഫ്ലുവിനെ ഞാൻ കൂടെ കൊണ്ടുപോകാറില്ല, ഇടയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും. അവൻ വന്നെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പപ്പയുടെ അമ്മയുടെ ഫോണിൽ ഗെയിം കളിക്കാനാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഞാനങ്ങനെ ഫോൺ കൊടുക്കാറില്ല, ഞാനും അജിത്തും അങ്ങനെ അവന് ഫോൺ കൊടുക്കാറില്ല. അപ്പം അവൻ അത്താടെ അമ്മച്ചിയുടെ അല്ലെങ്കിൽ പപ്പയുടെ അമ്മയുടെ ഫോണിലാണ് അവൻ മെയിനായിട്ട് കളിക്കുന്നത്. അതിനാണ് അവൻ ഈ ചാടി പുറപ്പെട്ട് വന്നേക്കുന്നത്. അവൻ്റെ തന്നെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാട്ടോ ഇത്. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാട്ടോ. ഇത് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആട്ടോ. അതാണ് ഇത്രയും വെയിൽ. ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ മഴയാണ്. ഇന്നൊക്കെ ആണെങ്കിലും നല്ല മഴയായിരുന്നു, രാവിലെ തുടങ്ങി നല്ല മഴയായിരുന്നു. ഇത്രയും ദിവസം രാത്രി നല്ല മഴയും പകലങ്ങനെ മൂടിക്കെട്ടിയ കാലാവസ്ഥ, ഇടയ്ക്കൊന്ന് പെയ്യും അങ്ങനെയുള്ളായിരുന്നു. ഇന്ന് തൊട്ട് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നല്ല വെയിലുള്ളൊരു ദിവസം. ഈ ഉച്ചയ്ക്കത്തെ വെയിൽ മൊത്തം ഞാനും അവനും കൊണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ. ഈ സ്ഥലം കണ്ടിട്ട് ആ പള്ളിയൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പള്ളിയാണത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ സ്ഥലം ഏതാണെന്ന്. ആ ബസ് ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ. സാധാരണ 1-2 മിനിറ്റൊക്കെ ഇടവിട്ട് ഇഷ്ടംപോലെ ബസ്സുള്ള റൂട്ട് ഇത്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് സമയം പിന്നെ നിന്നിട്ടാട്ടോ ഞങ്ങൾക്ക് അടുത്ത വണ്ടി കിട്ടിയത്. ഒന്നാമത് വഴുത്തലയ്ക്കാണെങ്കിൽ ഇന്നത്തെ ദിവസം വണ്ടി കിട്ടാൻ നല്ല പാടുമായിരിക്കും. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉച്ചയായി. രാവിലെ തന്നെ ഇറങ്ങുവാണെങ്കിൽ പിന്നെയും വേഗം വണ്ടി കിട്ടിയേനെ. അപ്പോൾ അവൻ ATM നിന്ന് പൈസ എടുത്തോളാം എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ഒന്ന് കയറിയിട്ടുണ്ട്. ഭയങ്കര ചൂടല്ലോ, ഒന്ന് ഇച്ചിരി നേരമെങ്കിലും ഒന്ന് തണുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ടൗണിൽ തിരക്കൊക്കെ നന്നായിട്ട് കുറവാട്ടോ. ഒരുപാടൊന്നും ആൾക്കാരൊന്നുമില്ല. പള്ളിയിൽ കുറേ പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. റോഡൊക്കെ വിജനമായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം തിരക്കുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. കടകളൊക്കെ ആണെങ്കിലും കണ്ടില്ലേ, ഇവിടെ ഞായറാഴ്ചകളിലൊന്നും അങ്ങനെ എല്ലാ കടകളൊന്നും ഇവിടെ തുറക്കാറില്ല. പിന്നെയും ഇങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ ആൾക്കാർ കൂടുതലും ഷോപ്പിങ്ങിനായിട്ടൊക്കെ തൊടുപുഴയ്ക്കായിരിക്കും കൂടുതലും പോണേന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിലാണെങ്കിലും കണ്ടില്ലേ വലിയ തിരക്കൊന്നുമില്ല, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. ഒരുപാടൊന്നും ആൾക്കാരൊന്നുമില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സും ഇല്ല കേട്ടോ. വന്നപ്പോൾ ഒരു KSRTC ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകേണ്ടത് പുറപ്പുഴ വഴിയാണ് പോകേണ്ടത്. അങ്ങോട്ടേക്ക് ഒട്ടും ബസ് കിട്ടത്തില്ല. പിന്നെ വഴുത്തല നെടിയശാല വഴി നേരിട്ടാണെങ്കിൽ വഴുത്തലയ്ക്ക് പിന്നെയും KSRTC എങ്കിലും കിട്ടും. അപ്പോൾ ആ KSRTCക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവന് സ്മൂത്തിയൊക്കെ വാങ്ങിക്കാനുണ്ടെന്നും പറഞ്ഞ് അതിന് കയറിയില്ല കേട്ടോ. പിന്നെ കുറേ സമയം നിന്ന് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾക്ക് അടുത്ത ഒരു KSRTC കിട്ടിയത്. പിന്നെ അതിനകത്ത് കയറി. പിന്നെ തിരിച്ച് ഇങ്ങോട്ടാണെങ്കിലും ബസ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. 4:30ക്കാണ് ഒരു വണ്ടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പിന്നെ വണ്ടിയില്ല. അപ്പം ഈ ചെന്നിട്ട് അയൽക്കൂട്ടം എല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലും കുറച്ച് സമയമെങ്കിലും ഇരുന്നിട്ട് വേണമല്ലോ വരാൻ. അതുകൊണ്ടാണ് ഈ തിരക്കിട്ട് പിന്നെയും പോണത്. എന്നാലും കുറച്ചെങ്കിലും നേരത്തെ ഇറങ്ങിയേക്കായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ആശീർവാദ് തിയേറ്റർ ആട്ടോ, മോഹൻലാലിൻ്റെ തിയേറ്ററിലെ തൊടുപുഴയിലെ, അതാണ് ആ കാണുന്നത്. ഇവിടെ ഈ കോംപ്ലക്സ് പണി തുടങ്ങിയിട്ട് കുറേ നാളായി കേട്ടോ. അവിടെ ഒന്നും ഇതുവരെ ഒന്നും തുടങ്ങിയൊന്നും കണ്ടിട്ടില്ല. ഇത് കോലാനി, ഇവിടുന്ന് മേളിലേക്കുള്ള റോഡില്ലേ, ആ റോഡ് പോകുന്നത് പാല, കോട്ടയം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ താഴോടുള്ള വഴി പോകുന്നത് കൂത്താട്ടുകുളം, പിറവം, വൈക്കം അങ്ങനെയൊക്കെ. എനിക്ക് ശരിക്കും റൂട്ടൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇത് പഞ്ചവടി പാലം എന്ന് പറയുന്ന സ്ഥലമാണ്. കനാലിൽ നല്ല അടിപൊളി വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചൂട് പിടിച്ച് കിടക്കുമ്പോഴത്തേനും വെള്ളവും തോടൊക്കെ കാണുമ്പോഴത്തേനും കൊതിയാകും കേട്ടോ ഇറങ്ങി കുളിക്കാനൊക്കെ. അല്ലെങ്കിലും തോട്ടിലൊക്കെ കുളിച്ച കാലം മറന്നു കേട്ടോ. എത്രയോ നാൾ മുന്നേ തോട്ടിലൊക്കെ പോയി കുളിച്ച്. ഇപ്പം എല്ലാവരും വീട്ടിലൊക്കെ അലക്കും കുളിയൊക്കെ. പണ്ടായിരുന്നു എല്ലാം വാരി കെട്ടി തോട്ടിലേക്കൊരു പോക്ക്. പിന്നെ വെള്ളം ഇല്ലാത്തപ്പോൾ തൊടുപുഴയാറ്റിലൊക്കെ പോയി. ഞാൻ അധികം പോയിട്ടില്ല, 1-2 പ്രാവശ്യമൊക്കെ പോയി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്ന വീടില്ല, അതാണ് നമ്മുടെ ഓം ശാന്തി ഓശാനിൽ നസ്രിയയുടെ വീടായിട്ട് കാണിച്ച വീടാട്ടോ അത്. പിന്നെ ഹൈ റേഞ്ച് മാത്രമല്ല, നമ്മുടെ ഈ തൊടുപുഴയും വഴുത്തലയൊക്കെ അത്യാവശ്യം പ്രകൃതി രമണീയമുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മുടെ മോഹൻലാൽ പറഞ്ഞതുപോലെ ഗ്രാമീണ ഭംഗി ഉള്ള സ്ഥലമാണ് ഇതൊക്കെയും. വഴുത്തലയ്ക്ക് പോകുന്ന വഴിക്ക് പ്രത്യേകിച്ചും കേട്ടോ. അവിടെ അങ്ങനെ അധികം തിങ്ങി നിറഞ്ഞ വീടുകളെക്കാട്ടിലും കൂടുതൽ ഉള്ളവർക്കെല്ലാം ഇഷ്ടംപോലെ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കൂടുതലും ആൾക്കാർ കൃഷി ചെയ്തും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ കണ്ടില്ല, അധികം വീടുകളും അങ്ങനെയൊന്നുമില്ല. കൂടുതലും പച്ചപ്പും ഇങ്ങനെ കാടും ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റണേ കേട്ടോ, ടൗണിനെ കഴിഞ്ഞും. അപ്പോൾ ഇവിടെ നമ്മുടെ ദൃശ്യമൊക്കെ ഷൂട്ട് ചെയ്തത് ഈ വഴുത്തലയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് സിനിമകൾ, നമ്മുടെ വാസന്തി ലക്ഷ്മിയും, പിന്നെ ഞാനത് പുറപ്പുഴ അവിടെ കാവിൽ ആൽത്തറയൊക്കെ പുറപ്പുഴ വഴിക്ക്, അത് അപ്പുറത്തെ വഴി പോയാലാട്ടോ കാണാൻ പറ്റുള്ളൂ. ഇത് നമ്മളിപ്പോൾ നെടിയശാലയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കുറച്ചിങ്ങ് പോകുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ഒരു വീട്ടിലാണ് നമ്മുടെ രസതന്ത്ര സിനിമയിൽ മീര ജാസ്മിൻ നിന്ന വീടില്ലേ, ആ വീടായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വഴുത്തല ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ കാര്യമായിട്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെയായിരിക്കും. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞല്ലേ ഞായറാഴ്ച കൊണ്ട് തിരക്കില്ല എന്ന്.
അപ്പോൾ ദേ ഇവിടെ ദേ ആളൊഴിഞ്ഞ് കിടക്കുക. ഞങ്ങൾ വന്ന ബസ്സായിട്ടാണ് പോണത്. ഇതാണ് വഴുത്തല ടൗൺ, ഇത്രയേ ഉള്ളൂ. ആ ബസ്സാണ് പോകുന്നുണ്ടോ, ആ വഴി കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ തന്നെയാണ് നമ്മുടെ ദൃശ്യം സിനിമ ഷൂട്ട് ചെയ്ത് ആ വീടും ഉള്ളത് കേട്ടോ. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ആ ദൃശ്യത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ അഫ്ലു തീരെ കുഞ്ഞായിരുന്നു. 2 വീലല്ല കേട്ടോ, ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിങ് കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. മറ്റേ അവർ ആ ഡെഡ് ബോഡി കുഴിച്ചിടുന്ന ആ സീനില്ലേ, ആ സീനായിരുന്നു അന്ന് രാത്രി. ചാറ്റൽ മഴയൊക്കെ നനഞ്ഞേട്ടോ, ഞാൻ കൊച്ചുമൊക്കെ ആയിട്ട്. ഞങ്ങൾ അന്ന് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയതാണ്. പിന്നെ ഞാൻ പാലം എന്തെങ്കിലും വാങ്ങിക്കാമെന്നും കരുതി ജസ്റ്റ് ഈ കടയിൽ കയറിയത്. നമ്മുടെ വള്ളിക്കെട്ട് എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞ് സിറ്റി, അവിടെ 1-2 കടകളെ ആകെ ഉള്ളൂ. ഞായറാഴ്ച ദിവസം മിക്കവാറും അത് തുറന്നിട്ടും കാണില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ തുറന്നാലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ കടയിൽ വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങ് പ്രതീക്ഷിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കട കണ്ടപ്പം ഇവിടെ അങ്ങ് കയറി. അപ്പോൾ പുറപ്പുഴ വഴിക്കാൻ വന്നിരുന്നെങ്കിൽ നമുക്ക് വള്ളിക്കെട്ടിൽ തന്നെ ഇറങ്ങിയാൽ മതി, പിന്നെ കുറച്ച് വീട്ടിലേക്ക് കയറി ചെല്ലാനേ ഉള്ളായിരുന്നു. ഇപ്പോൾ വഴുത്തല വഴി നമ്മൾ വന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു 1-1.5 കിലോമീറ്റർ എങ്ങാണ്ട് നമുക്ക് നടക്കണം കേട്ടോ വീടിൻ്റെ അവിടേക്ക്. അപ്പോൾ ഓട്ടോ വിളിച്ച് വേണമെങ്കിൽ പോകാം. അപ്പോൾ അവനും പറഞ്ഞു നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും വിചാരിച്ചു ഈ വഴിക്ക് അങ്ങനെ അങ്ങ് വെയിലില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൂടുതലും മരങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി വെയിലൊന്നും ഇല്ലാത്ത സ്ഥലം, അതുകൊണ്ട് അങ്ങ് നടന്നേക്കാമെന്ന് കരുതി. ഈ വഴി ഞാൻ കുറേ നടന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ ഇവനെ എടുത്തുകൊണ്ടൊക്കെ ഞാൻ ഈ വഴിക്ക് നടന്നിട്ടുണ്ട് വഴുത്തലേക്ക് വരാനൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഈ റൂട്ട് ഞായറാഴ്ച ഒട്ടും ബസ്സില്ല, പിന്നെ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോഴൊക്കെയാണ് വണ്ടിയുള്ളൂ. ഉച്ച സമയത്ത് ഒരു 1-1.5-2 മണിക്കൂറത്തേക്കൊന്നും ബസ്സേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ വഴിക്ക് വണ്ടി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ വഴുത്തലേക്കൊക്കെ വരണമെങ്കിൽ ഞാൻ പിന്നെ നടന്നൊക്കെ ഇങ്ങ് പോന്നിട്ടുണ്ട് ഒരുപാട് തവണയൊക്കെ. ഇത് കണ്ടോ, നല്ല രസം ഇവിടെ കാണാൻ കേട്ടോ. എല്ലാം കൂടുതലും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പറമ്പുകളൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ്. പിന്നെ അധികം വെയിലും ഇല്ല, നടക്കാൻ നല്ല സുഖം അതുകൊണ്ട്. പിന്നെ വലിയ തിരക്കും ഉണ്ടാവാറില്ല, വണ്ടിയുടെ അധികം ബഹളങ്ങൾ ഈ വഴിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. വണ്ടി ഒരുപാട് വരുമ്പോൾ നമുക്കിങ്ങനെ നടന്നു പോകാൻ എനിക്കിഷ്ടമല്ല കേട്ടോ, ഭയങ്കര പാടാണ് നമുക്ക് നടക്കാനായിട്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വീടില്ലേ, ഇതാണ് നമ്മുടെ ജോസഫ് സിനിമ ഷൂട്ട് ചെയ്ത വീട് കേട്ടോ. അതിൻ്റെ ഏതൊക്കെയോ കുറച്ച് ഭാഗങ്ങൾ ഈ വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്. ഒരുപാട് സിനിമകൾ ഈ നാട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഉർവശി, പിന്നെ അതുപോലെ ബിജുക്കുട്ടൻ, അവരെ 2 പേരെയും നേരിട്ട് കണ്ടതും അന്നും അഫ്ലു തീരെ കുഞ്ഞായിരുന്ന സമയത്തായിട്ട്. നമ്മുടെ എന്തായിരുന്നു മൈ ഡിയർ മമ്മിയോ അങ്ങനെ ഒരു സിനിമയില്ലായിരുന്നു, കാതൽ സന്ധ്യ, വിനു മോഹനൊക്കെ ഉള്ളൊരു സിനിമ. അത് നമ്മുടെ PJ ജോസഫിൻ്റെ വീട്ടിലാണ് ഷൂട്ട് ചെയ്തത് ആ സിനിമ. അപ്പം നമ്മുടെ വള്ളിക്കെട്ടിൻ്റെ അവിടെ കുറച്ച് ആ വാഴ വെട്ടുന്ന അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അത് നമ്മുടെ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അവരുടെ അടുത്ത് പോയി നിന്നിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയായിരുന്നു അന്ന്. പിന്നെ ഞാനും അമ്മയും തൊഴിലുറപ്പിന് ചേർന്നിട്ട് ആദ്യമായിട്ട് തൊഴിലുറപ്പിന് പണിക്ക് വന്ന സ്ഥലമായിട്ട് ഇത്. ഈ വഴി വൃത്തിയാക്കലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പണി. തൊഴിലുറപ്പിനൊക്കെ പോകാൻ അങ്ങനെ പ്രായമൊക്കെ ഉണ്ടോ, എനിക്കങ്ങനെയൊന്നും തോന്നണില്ല കേട്ടോ. ഞാനും അമ്മയും കൂടി പേര് കൊടുത്ത് കുറച്ച് നാൾ തൊഴിലുറപ്പിന് പോയായിരുന്നു കേട്ടോ. കുറച്ച് അധികം ഒരു 3-4 ഒക്കെ സ്ഥലത്തോടെ ഞങ്ങൾ പണിക്ക് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിർത്തി. വേറെ നമുക്ക് പണി കിട്ടിയപ്പോൾ ഞാനത് നിർത്തി. പിന്നെ ആ കാണിച്ച സ്കൂളിലെ ബാപ്പുജി സ്കൂൾ, അവിടെയാണ് നമ്മൾ ഈ അയൽക്കൂട്ടത്തിൻ്റെ ബാക്ക് ടു സ്കൂൾ പദ്ധതി ഉണ്ടായിരുന്നല്ലോ. അന്ന് ഞാനും അമ്മയും ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ പറ്റി, എനിക്കും അമ്മയ്ക്കും. അമ്മയുടെ മോനും ഞാനും ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചു, അതുപോലെ തന്നെ അമ്മയും ഞാനും ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചു. അങ്ങനെ ബാക്ക് ടു സ്കൂൾ വഴി. പിന്നെ ഇത് കണ്ടോ, എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കി ഇവിടെ കാണാനായിട്ട്. ആ പാടത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കുളം ഉണ്ട് കേട്ടോ. കുളം ശരിക്കും കുളമല്ല, തോടാണ്. അതിൻ്റെ അവിടെ കുളം പോലെ കുറച്ച് ഭാഗമുണ്ട്. ഇവിടെ വെള്ളത്തിന് നല്ല ക്ഷാമമുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് വെള്ളം ഒട്ടും ഇല്ലാണ്ട് വരുമ്പോൾ അവിടെ പോയി തുണി അലക്കി കുളിക്കാറൊക്കെ ഉണ്ട്. ഈ കയറ്റം കയറാനാട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് കയറി അപ്പുറത്ത് എത്തുമ്പോഴേക്കും എനിക്ക് ശ്വാസം നിന്ന പോലെയാകും, അത്രയ്ക്കും പാടാണ് എനിക്ക് ഈ കയറ്റം കയറാനായിട്ട്. കാര്യം ഒരുപാട് കുത്തനെയുള്ള കയറ്റമല്ല, പക്ഷെ എന്തോ ഇത് കയറി അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് ശരിക്കും ശ്വാസം മുട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങൾ അയൽക്കൂട്ടം കൂടുന്ന വീട്. എന്നും തന്നെ നമ്മൾ ഈ വീട്ടിലായിരിക്കും കേട്ടോ. ശോഭ ചേച്ചിയുടെ വീട് അത്, അവിടെ ആയിരിക്കും അയൽക്കൂട്ടം കൂടാറ്. ഈ വഴിയിലൊക്കെ ഇരുന്ന് 1-2 വട്ടം ശോഭ ചേച്ചി ഇല്ലാത്തപ്പോഴൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ കൂടുതലും അവിടെ ആയിരിക്കും. അപ്പം ഈ കയറ്റം കയറിയിട്ട് ആ നേരെ കാണുന്ന വീടാണ് അമ്മയുടെ തറവാട്. അവിടെ അമ്മയുടെ അനിയത്തിയും മക്കളും ഒക്കെ ആയിട്ട് താമസം. അപ്പം അമ്മയ്ക്കൊക്കെ പപ്പയുടെ നാട് ഇവിടെ അല്ല കേട്ടോ. പപ്പയുടെ നാട് കാഞ്ഞിരപ്പള്ളി ചേനപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് പപ്പയുടെ നാട്. ഇതിപ്പം അമ്മയുടെ നാടാണ് വഴുത്തല എന്ന് പറയുന്നത്. അമ്മയ്ക്ക് വീതം കിട്ടിയ സ്ഥലത്താണ് വീട് വെച്ച് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി, താഴോട്ട് കേട്ടോ. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അമ്മയുടെ ചേച്ചിക്ക് വീതം കിട്ടിയ സ്ഥലം കേട്ടോ. അപ്പോൾ അവർ ഇവിടെയല്ല താമസിക്കുന്നത്, ഇവിടെ വീടൊന്നും വെച്ചിട്ടുമില്ല.
അവർ കുറച്ച് അപ്പുറത്ത് മാറി താമസിക്കണം കേട്ടോ. അപ്പോൾ ആ പറമ്പിൽ നിന്ന് തേക്കിൻ്റെയും മഹാഗണിയുടെയൊക്കെ കമ്പ് വീട്ടിലേക്ക് ഇങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല കാറ്റായിരുന്നു ഇവിടേക്ക്. അപ്പോൾ വീടിന് മുകളിലേക്ക് ചാടുമെന്ന് പേടിയാണെന്നിങ്ങനെ അമ്മ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവരത് പണിക്കാരെ കൊണ്ട് അത് വെട്ടിപ്പിച്ചിട്ടേക്കും കേട്ടോ. പിന്നെ ഇനി അത് ബാക്കി വെട്ടി മാറ്റണത് പപ്പയുടെ പണിയാണ്. അമ്മ എന്താണേലും നല്ല സന്തോഷത്തിലാട്ടോ. എനിക്ക് കത്തിക്കാനായിട്ട് ഇഷ്ടംപോലെ വിറകായെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് തേക്കിൻ്റെ മഹാഗണിയുടെ ഒക്കെ കത്തിക്കാൻ നല്ല വിറകാട്ടോ. തേക്കിൻ്റെ വിറക് കത്തിക്കുമ്പോൾ കുറച്ചധികം കരിയാകും എന്നേ ഉള്ളൂ, അത് മഷി കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അമ്മതേ ഞങ്ങൾ വന്നതേ തന്നെ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അവനതൊന്നും അപ്പോഴൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അവൻ വരുമ്പോൾ തുടങ്ങി പോകുന്നോണം വരെ ആ ഫോണിനകത്തിരിക്കും. എന്തേലും പറഞ്ഞാൽ പറയും അമ്മച്ചി അച്ചിയൊന്നും എനിക്ക് തരാറില്ല, എനിക്ക് ഇവിടെ വരുമ്പോഴേ കിട്ടാറുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എന്തേലും കഴിക്കുന്ന കാര്യത്തിൽ അവനും അമ്മയും പോണോടം വരെ കിടന്ന് വഴക്കായിരിക്കും കേട്ടോ. അമ്മ കഴിക്കുക എന്ന് പറഞ്ഞ് നടക്കും, അവനത് കഴിക്കുകയില്ല. ആ ബാക്കിൽ കണ്ട പറമ്പില്ലേ, അവിടെയൊക്കെ അപ്പടി കാട് പിടിച്ച് കിടക്കും കേട്ടോ. ഞാനും അമ്മയൊക്കെ തൊഴിലുറപ്പിന് ഒരു പ്രാവശ്യം കാട് വെട്ടി തെളിച്ച് പറമ്പാ അത്. പിന്നെ അവിടെയൊക്കെ കാട് കയറി കിടക്കുക. ഇപ്പം അതൊക്കെ വെട്ടി തെളിച്ചിട്ട് ഒത്തിരി നാളായെന്ന് തോന്നണം. ഇവിടെ വന്നാൽ പിന്നെ ഇഷ്ടംപോലെ ചക്കയൊക്കെ കാണും കേട്ടോ ഇപ്പോഴും. ഇതിവിടുത്തെ പ്ലാവിലുണ്ടായ ചക്ക തന്നെയാണ്. അത് പച്ച ചക്ക ഉണ്ടായിരുന്നു, കുറേ ചക്ക ഉണ്ടായിരുന്നു. വെട്ടി ഇരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇട്ടതൊക്കെ ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ ഞാൻ വന്നതേ ചക്ക എടുത്ത് തിന്നണം കേട്ടോ. പപ്പ പിന്നെ ആ കൊമ്പെല്ലാം വെട്ടി മാറ്റാൻ വേണ്ടി സ്കൂട്ടർ ഇറക്കാൻ പോലും പറ്റാണ്ട് ആ മുറ്റത്ത് കുറേ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മുറ്റത്ത് ഉള്ളത് മാത്രം വെട്ടി അങ്ങ് ഒതുക്കിയിടാമെന്നും പറഞ്ഞ് പപ്പ പിന്നെ അത് വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇവൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ചേരപ്പാമ്പില്ലേ, എപ്പോഴും ചേരപ്പാമ്പുള്ള സ്ഥലം കേട്ടോ. ഭയങ്കര വലിയ പാമ്പ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ മുറ്റത്തോടെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കയറി പോവും. അപ്പോൾ അമ്മ മുകളിൽ വലിയമ്മ മരിച്ചു പോയി കേട്ടോ. ഇപ്പോൾ ഈ അടുത്താണ് മരിച്ചു പോയത്. അമ്മ പറയും ചേര അതിനൊന്നും ചെയ്യേണ്ട, അതങ്ങ് പൊക്കോളും എന്ന് പറയും. കുറച്ച് മണ്ണൊക്കെ വാരി എറിയും, അങ്ങനെ അതങ്ങ് പോകും, അങ്ങനെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. പിന്നെ ഞാൻ ആ ചക്ക കുറച്ചെടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞു പുഴുങ്ങാൻ കൊണ്ടുപോകണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. കൊണ്ടായാലും ഞാൻ തന്നെ കഴിക്കണം, എനിക്കങ്ങനെ വേണ്ട. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പുഴുങ്ങിയിട്ട് കുറച്ച് തന്നുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനത് കുറച്ചെടുത്ത് അരിഞ്ഞെടുക്കും കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസവും ചക്കപ്പുഴുക്കുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലിരുന്നത് അതെങ്ങാണ്ട് കേട്ടോ അമ്മ എടുത്താൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ തയ്യൽ കടയിലെ ഓരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയണത് കേട്ടോ. അമ്മ പിന്നെ തയ്യൽ കടയിലെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ഒരുപാട് പറയാനുണ്ടായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ അതങ്ങ് ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കും. അവൻ ദേ വന്നിട്ട് അവിടെ അരിയാത്ത ചക്ക എടുത്ത് കഴിക്കണമെന്ന് ഞാനും അമ്മയും പറഞ്ഞിട്ട് അവനാ അരിഞ്ഞിട്ട ചക്ക തന്നെ വാരിക്കൊണ്ട് പോകാം കേട്ടോ. അല്ലെങ്കിൽ ഞാനും പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അരിഞ്ഞിട്ട ചക്ക വാരി വാരി തിന്നാനായിരുന്നു സുഖം. പിന്നെ മറ്റേതാണെങ്കിൽ ചകണി കളയണം, ചക്കക്കുരു കളയണം. ഇതാകുമ്പോൾ അരിഞ്ഞതങ്ങ് വാരിക്കൊണ്ട് പോയാൽ കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ. നമ്മൾ കുഞ്ഞിലേ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കുമാണ് ഇപ്പം മക്കൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ വഴക്ക് പറയണതല്ലേ. വേണ്ട, അമ്മ എന്തൊക്കെയോ തയ്യൽ കടയിലെ കാര്യങ്ങൾ പറഞ്ഞ് കിടന്ന് ചിരിക്കണം കേട്ടോ. എന്തൊക്കെയോ പൊട്ടത്തരങ്ങളാണ്. അമ്മയ്ക്ക് അവിടുത്തെ വിശേഷങ്ങളും കഥകളും പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ തീരുവേയില്ല കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അമ്മ എന്നെ തയ്യൽ പഠിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ തയ്യലിനോട് അത്രയ്ക്ക് കാര്യം ഇഷ്ടംപോലെ പൈസ കിട്ടണ ഒരു ജോലിയാണ്. നന്നായിട്ട് തയ്ക്കാൻ അറിയാമെങ്കിലും തയ്യൽ കിട്ടിയാലും ഇഷ്ടംപോലെ പൈസ കിട്ടും. പക്ഷേ എനിക്കെന്തോ അതിനോട് അങ്ങ് ഭയങ്കര മടുപ്പാണ്. എനിക്ക് നേരത്തെ തൊട്ടത് തയ്ക്കുന്നതിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ചക്ക കുറച്ച് അരിഞ്ഞത് എൻ്റെ വായിലോട്ടും പോകുന്നുണ്ട്. അത് മതിയാവഞ്ഞിട്ട് ഞാൻ കുറച്ച് ചക്കയും കൊണ്ട് എടുത്തുകൊണ്ട് വെച്ചാൽ അരിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പപ്പയ്ക്ക് എൻ്റെ യൂട്യൂബിൽ അടിമാലിക്ക് പോയ വീഡിയോ ഒക്കെ ഇരുന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. പപ്പ അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഞാൻ പറയണത് ഞാൻ തന്നെ അടുത്തിരുന്ന് കേട്ടിട്ട് എനിക്ക് ചിരി വരുക കേട്ടോ. എൻ്റെ സംസാരം കയറിയിട്ട് എനിക്ക് തന്നെ ചിരി വരിക. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് നോക്കണ്ട് പപ്പയുടെ മുഖത്തെ റിയാക്ഷൻ, കലിപ്പാണോ മടുപ്പാണോ എന്നൊക്കെ നോക്കണ്ട കേട്ടോ. പപ്പ അന്നേരം അതിൽ ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കണം കേട്ടോ. എന്താണ്ടൊക്കെ ഇങ്ങനെ ചോദിച്ചും ഒക്കെ ഇരുന്ന് കാണണ്ടേ. എന്താണെങ്കിലും അത് അവിടെ ഇരുന്ന് മുഴുവൻ കണ്ടു തീർത്തു കേട്ടോ. ബോറടിച്ചിട്ടാണോ ഞാൻ ഇരിക്കുമെന്ന് ഓർത്തിട്ടാണോ ഒന്നും അറിയത്തില്ല. അല്ല കേട്ടോ, നല്ലത് കണ്ട് തീർത്തു. ഞങ്ങളുടെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ വ്ളോഗാണ് വെച്ചത് കേട്ടോ. അവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ അതവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങൾ വരുമ്പം കിടക്കുന്ന ഞങ്ങളുടെ റൂമാട്ടോ. ഇത് കുഞ്ഞു റൂമാണ്. ഇതിൻ്റെ മുകളിൽ ഷീറ്റാട്ടോ. അതുകൊണ്ട് ഇവിടെ വെയിലത്ത് ഭയങ്കര പകലും അത് രാത്രി അത് വേനൽക്കാലത്ത് ഇവിടെ കിടക്കാൻ ഭയങ്കര ടാസ്ക്കാട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഫാനിൻ്റെ കാറ്റൊന്നും ഒന്നുമല്ല, അറിയുകയില്ല, അത്ര ചൂടായിരിക്കും അവിടെ കേട്ടോ. പിന്നെ ഞാൻ അയൽക്കൂട്ടത്തിന് വന്നതാണ് കേട്ടോ. ഇവിടെ ഇനിയിപ്പം 3 മണി ആകുമ്പോഴത്തേനും തുടങ്ങും. 3 തൊട്ട് ഒരു 4 മണി 4:30 വരെയൊക്കെ, 4:30 വരെ ഇരിക്കില്ല, 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകും. കാരണം 4:30-ക്കാണ് ബസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വഴി ബസ്സില്ല കേട്ടോ ഞായറാഴ്ച. അമ്മ പിന്നെ ചക്കപ്പുഴുക്കും പിന്നെ മുളക് ചമ്മന്തിയൊക്കെ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കും കേട്ടോ എനിക്ക് തന്നുവിടാം. ഞാൻ പറഞ്ഞു കുറച്ച് മതി, എനിക്കുള്ളത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ്
പിന്നെ പപ്പ ആ മരക്കൊമ്പൊക്കെ വെട്ടി മാറ്റിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതേ പോകാനിറങ്ങുക. ഇവിടെ വന്ന സത്യം പറഞ്ഞാൽ ഒന്നാമത് ഉച്ചയായി ഞങ്ങൾ വന്നപ്പം 4:30 ആകുമ്പോഴേക്കും ഇറങ്ങണമെങ്കിൽ പെട്ടെന്ന് സമയം പോകും കേട്ടോ. ആ ബസ് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല, അതുകൊണ്ടാണ്. ഇത് ആ കാണുന്ന കണ്ടോ, ആ മലയാണ് കുണിഞ്ഞിമല എന്ന് പറയുന്ന മല കേട്ടോ. അവിടെ നിന്ന് ആ റൈറ്റ് സൈഡിലേക്ക് കാണുന്നതാണ് ശാന്തിഗിരി, വഴുത്തല ശാന്തിഗിരി കോളേജിലേക്കുള്ള വഴിയാണ്. അവിടെയും കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇപ്പോൾ ഈ കാണുന്നില്ല, ഇത്രേ ഉള്ളൂ നമ്മുടെ വള്ളിക്കെട്ട് സിറ്റി എന്ന് പറയുന്നത്. ഇത്രയും ചെറിയ സിറ്റി കേട്ടോ. പപ്പ അപ്പോൾ ചായ കുടിക്കാനൊക്കെ ആയിട്ട് നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ് കയറാൻ നേരത്ത് അവിടെ വന്ന് നിൽക്കുക കേട്ടോ. ഞങ്ങളോട് പറഞ്ഞ് ഇവിടെ തണലത്തേക്ക് നിന്നോ, അപ്പുറത്തേക്കൊക്കെ നല്ല വെയിലാണെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് കുമ്മങ്കൽ വീട്ടിലേക്കായിരുന്നു കേട്ടോ. അമ്മച്ചിയുടെ എത്താടെ അടുത്ത് പോയിട്ടാണ് പിന്നെ ഞങ്ങൾ മോലക്കുടത്തേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.